നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെട്ടയത്താണുള്ളത്. ഇനി നാളെയാണ് നെട്ടയത്തുനിന്ന് തിരിച്ച് തിരുമല വീട്ടിൽ പോകുന്നത്. വേദയെ സ്കൂളിൽ വിട്ടിട്ട് അതുവഴി അങ്ങനെയാണ് പോകുന്നത്. സ്കൂളിൽ വിട്ടിട്ടല്ല, വേദയും കൊണ്ട് റെഡിയായിട്ട് ഞാനും വേദയും കൂടി അങ്ങ് തിരുമല വീട്ടിൽ പോകും. വേദയ്ക്ക് അവിടെ നിന്നാണല്ലോ ഓട്ടോ. ആ ഓട്ടോയിൽ കയറി വേദ സ്കൂളിൽ പോകും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ മുന്തിരിക്കൊത്തിൻ്റെ വീഡിയോ ആയിട്ട് വരും എന്നുള്ളത്. മുന്തിരിക്കൊത്തിൻ്റെ വീഡിയോ പുറകെ ഉണ്ട്, മീൻസ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് വിശേഷമൊക്കെ കാണിച്ചിട്ട് മുന്തിരിക്കൊത്തിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ മൈക്ക് എടുത്തില്ല, അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് എഴുതിയത്. വോയിസ് ഓവർ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവായിരിക്കും, അല്ലാണ്ട് നമ്മൾ ലൈവ് വോയിസ് ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോയ്ക്ക് ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ വീട്ടിലെ വിശേഷം കൂടി കാണിക്കാമെന്ന് എഴുതി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടും കടലക്കറിയും. പുട്ടും പയറും പപ്പടമൊക്കെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഇന്ന് പുട്ടും കടലക്കറിയാണ്. അങ്ങനെ പകുതി പുട്ടും നിറയെ കടലക്കറിയും എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴേക്കും പപ്പടം ഇരുന്ന് മാടി മാടി വിളിക്കുന്നു. പിന്നെ പപ്പടം ഇല്ലാണ്ട് എന്താ ഒരു കളി, അങ്ങനെ ഒരു പപ്പടവും കൂടി വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പപ്പടം വെച്ച് കഴിച്ചപ്പോൾ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഇന്നലത്തെ പപ്പടമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ പപ്പടത്തിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മളന്ന് വറുക്കുന്ന പപ്പടത്തിൻ്റെ രുചി നമ്മൾ അടുത്ത ദിവസം കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. എന്തായാലും ഞാനൊരു പപ്പടം എടുത്ത് കൂട്ടിക്കുഴച്ച് കഴിക്കുകയാണ്. കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. പുട്ടും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണല്ലേ. പിന്നെ പുട്ടും കടലക്കറിയും ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇപ്പോഴും ഇഷ്ടമാണ്, എങ്കിലും അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇഡ്ഡലി സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പണ്ട് ഇഡ്ഡലി സാമ്പാർ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാർ, ദോശ, സാമ്പാറൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാനും വേദയും കൂടി വേദയെ ട്യൂഷന് വിടാനായിട്ട് പോവാണ്. ഇടപ്പഴങ്ങില്ല കേട്ടോ, വേദയ്ക്ക് ട്യൂഷന് വിടാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ആ മരുതൻകുഴിയിൽ ഈ മുളക് ബജി ഉണ്ടാക്കുന്ന കടയുണ്ടല്ലോ, അവിടുത്തെ പഴംപൊരി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഈ കട മുളക് ബജിക്കാണ് ഫേമസ്. അതായത് മരുതൻകുഴി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ പാലത്തിന് തൊട്ടടുത്തായിട്ട് ചേർന്നിരിക്കുന്ന കട. എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആണ് മുളക് ബജിക്ക്. മീൻസ് ഈ ഏരിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. പക്ഷേ ഇവിടുത്തെ മുളക് ബജിയെക്കാട്ടി എനിക്കിഷ്ടം ഇവിടുത്തെ പഴംപൊരിയാണ്. ഞാൻ കുറച്ച് നാൾ മുന്നേ വന്ന് മുളക് ബജി കഴിച്ചപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ പഴംപൊരി അസാധ്യ ടേസ്റ്റാണ്. ഇപ്പോൾ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 10 മണിക്കായിരുന്നു വേദയ്ക്ക് ട്യൂഷൻ. 9:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പഴംപൊരി വാങ്ങുന്നതിന് കരുതി കേട്ടോ ഇറങ്ങിയത്. എന്തെങ്കിലും പോയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂടോടെ ഉണ്ടാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നു. ചീമ ഇവിടെ ഉണ്ടല്ലോ, ചീമയ്ക്കും പഴംപൊരി ഇഷ്ടമാണ്. നല്ല സൂപ്പർ പഴംപൊരി ആയിരുന്നേ. പക്ഷേ ഇതിന് മുന്നേ കഴിച്ചപ്പോൾ ഇതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ മൂക്കാനായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണോണ്ടാവാം അയാൾ 5 കോരി മാറ്റിയിട്ട് തന്നതാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല മുരുമരി ഇരിപ്പുണ്ട്. എണ്ണയാണ് ഞാനിപ്പോൾ കാണിച്ചത്, കൈ നിറയെ എണ്ണയുണ്ട്. എങ്കിലും നമ്മൾ മലയാളികൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുത്തരം ആക്രാന്താണല്ലോ, കഴിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ വീടെത്തപ്പോഴേക്കും എന്താ ചിക്കനല്ല അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. വേദക്കുട്ടി ചിക്കൻ്റെ ആളല്ലേ, 2 ദിവസമായി നിൽക്കണു. ചിക്കനൊന്നും ഇതുവരെയും വാങ്ങിച്ചു വെച്ചില്ലല്ലോ, അതുകൊണ്ട് പേരയ്ക്ക് ചിക്കൻ വാങ്ങിച്ചു വയ്ക്കുകയാണ്. പിന്നെ ഗർഭിണിക്കായിട്ട് പേരയ്ക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചപ്പോൾ പിന്നെ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് ഞാനിങ്ങനെ കഴിച്ചു കേട്ടോ. ഇതിൽ കൂടുതലും അവളാണ് കഴിക്കേണ്ടത്. കഴിച്ചത് നമ്മളെല്ലാവരുമാണ്. അവൾ 1-2 പീസ് മാത്രമാണ് എടുത്തത് കേട്ടോ. ഈ കൊച്ചിൻ്റെ തീറ്റയൊക്കെ ഇങ്ങനെ തന്നെയാണ്, അത് നമുക്ക് ഇഷ്ടമല്ല. പിന്നെ കഴിക്കണമല്ലോ എന്ന് കരുതി നമ്മളെ പൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് 1-2 പീസ് കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ വേദനെ 12 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും വിളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ സച്ചിൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചീമയായിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ വേദയെ കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കുമെന്ന് കേട്ടു. അപ്പോഴേക്കും സച്ചിൻ വേദയെ കൂടി വിളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ സന്തോഷമായി. വേദയുടെ കയ്യിലെന്തോ കവറിരിക്കുന്ന ആക്രാന്തത്തിൽ ഇതെന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും നെല്ലിക്ക സച്ചിൻ വാങ്ങിച്ചതാട്ടോ. നല്ല ഫ്രഷായിട്ട് നെല്ലിക്ക പോരുന്ന വഴിക്കെന്തോ വിൽക്കുകയാണ്. അങ്ങനെ അതിനെ വാങ്ങിച്ചതാണ്. അവർ ഐസ്ക്രീം കടയിലൊക്കെ കയറി ഐസ്ക്രീമൊക്കെ പെനിന്ന് കഴിച്ചായിരുന്നേ. എന്നിട്ട് നമ്മളോട് വിളിച്ച് ചോദിച്ചു വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ കലോറി കൂട്ടുന്നതെന്ന് കരുതിയിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചെണീറ്റപ്പോഴേക്കും ഒരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് കരുതിയായിരുന്നു, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ ചോറ് കപ്പ ഒക്കെ ഉണ്ട്. എനിക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ, ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ. ചപ്പാത്തി, പുട്ട്, ദോശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. എന്നിപ്പോൾ ചപ്പാത്തി വീട്ടിലുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു. പക്ഷേ മീൻകറിയും കപ്പയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മീൻകറിയും കപ്പയാണെങ്കിൽ എനിക്ക് ചോറും കപ്പയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ്. ഈ ചിക്കനോ അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ എനിക്ക് ചപ്പാത്തി, ചോറ് ഇഷ്ടമല്ല, ചോറും കപ്പ ഇഷ്ടമല്ല. ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിൽ കഴിക്കും. പക്ഷേ പ്ലെയിൻ റൈസ് എനിക്കിഷ്ടമല്ല. നമ്മുടെ സാധാ ചോറും കപ്പയൊന്നും ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരും കപ്പയും ചോറും ഒക്കെ കഴിച്ചപ്പോൾ ഞാനും വേദയ്ക്ക് പിന്നെ പൊതുവേ ചോറ് ഇഷ്ടമല്ല. എന്തിനോടായാലും ചപ്പാത്തിയോ ഇതുപോലെ എന്തെങ്കിലും കൊടുത്താലാണ് ഇഷ്ടം. ഞാനും വേദയും കൂടി ചപ്പാത്തിയും ചിക്കനും ഉണ്ട് കഴിച്ചത്. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം എന്ന് പറയാൻ അധികം ദിവസമൊന്നും ആയിട്ടില്ല. എങ്കിലും വേദയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ചപ്പാത്തിയും ചിക്കനും കിട്ടിയത്. അതിൻ്റെ സന്തോഷത്തിലാണ് വേദ കേട്ടോ.
ഒരു മിക്കവാറും കഴിഞ്ഞ ആഴ്ചയിൽ മിക്കവാറും ചിക്കൻ വൈകുന്നേരം ആകുമ്പോൾ ഏട്ടൻ പോയി വാങ്ങിക്കും, കഴിക്കും. കുറച്ച് കൂടുതലാണ് ചിക്കൻ, അങ്ങനെ കൊടുത്തുവിടാൻ നമുക്കറിയാം. എങ്കിലും അവൾക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് കൊടുത്തു പോകും കേട്ടോ. അതുകൊണ്ടുള്ള ഒരിതാണ്. ഓക്കെ, എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പിനെ പൊടിച്ച് നമുക്ക് മോദകം ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഈ സാധനം ഉണ്ടാക്കി കാണിക്കാം. നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ ഈ മോദകം എന്താണെന്ന് അറിഞ്ഞൂടാത്തവർ അവരുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരായിരിക്കും. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പയറില്ലേ, പയറിനെ ഇങ്ങനെ പൊടിച്ച് വറുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് അമ്മ വറുത്ത് വെച്ചിരുന്ന പയറാണ്. അതിനെ ഒന്നുകൂടെ പൊടിച്ചെടുക്കുക കേട്ടോ. കുറച്ചുകൂടെ പൊടിയണം. അപ്പോൾ ഒന്നുകൂടെ, അതായത് ഭയങ്കര ഫൈനായിട്ട് പൊടിക്കണ്ട, കുറച്ച് തരിതരിയായിട്ട് പൊടിക്കണം. പക്ഷേ ഈ പൊടിച്ചത് മതിയാവില്ല, കുറച്ചുകൂടെ പൊടിക്കണം കേട്ടോ. അപ്പോൾ പയറിനെ വാങ്ങുക, അതിനെ ഒന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകത്തിൻ്റെ പൊടി അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. അധികം ഒന്നും ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഏലക്ക, ഇത്രയും തന്നെ കേട്ടോ അമ്മ ഇട്ടത്. ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ പൊടിച്ചെടുക്കുകയാണ്. ആ പൊടിച്ചത് മതിയാവില്ല, അത് പരിപ്പ് കറിക്ക് പൊടിച്ചു വെച്ചിരുന്നതായതുകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എന്നിട്ട് വറുത്തെടുക്കുക. ഇത് ഓൾറെഡി അമ്മ വറുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ അമ്മ വറുത്ത് വെച്ചിരുന്നത്. അപ്പോൾ വറുത്തെടുക്കുക. അടുത്തെന്ന് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ എടുക്കുക. ഇതിൻ്റെ ഒന്നും കണക്ക് പറയാനായിട്ട് എനിക്കറിയില്ല. അമ്മയും ഫസ്റ്റ് ടൈം അല്ല, അമ്മ ആദ്യമൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുക്കാനാണ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അതിനെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും കണ്ട് പഠിച്ചിട്ട് അമ്മ ഇപ്പോൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ, അതുകൊണ്ട് അമ്മയ്ക്കും അങ്ങനെ കണക്കായിട്ട് പറയാൻ അറിയില്ല. ഒരു കൈക്കണക്ക്, അത്രയും പരിപ്പിന് അത്രയും തേങ്ങ ഇടണ്ട, അതിൻ്റെ പകുതി തേങ്ങ ഇട്ടാൽ മതി കേട്ടോ. തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുക, വറുത്തെടുക്കുക. കുറച്ചൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. ഇത് ചക്ക ഫ്രീസറിൽ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇനിയും എത്ര നാൾ വേണമെങ്കിലും ആ ചക്ക അതുപോലെ ഫ്രീസറിലിരിക്കും. ഓക്കെ, നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഞാൻ പറയുന്നത് ഒരു റെഡിഷ് കളർ ആവുന്ന വരെ ഒരുപാടിട്ട് കരിച്ചെടുക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ തേങ്ങ. കുറച്ച് പാടുണ്ട് കേട്ടോ അതുണ്ടാക്കാനായിട്ട്. ഞങ്ങൾക്കത് ഭയങ്കര സിമ്പിളായിരിക്കുന്നതാണ്. പക്ഷേ തേങ്ങയൊന്നും വറുക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് പയർ പൊടിച്ച് ശർക്കര പാനി ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് മാവിൽ മുക്കിയിടുന്നതായിരിക്കും എന്ന് കരുതി. പക്ഷേ അതിൽ തേങ്ങയും കൂടെ വറുക്കണം കേട്ടോ. അതിനെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മുടെ സുഖിയാനില്ലേ, അതായത് മോദകം, അതുണ്ടാക്കും പോലെ തന്നെയാണ്. പക്ഷെ അത് പയറിങ്ങനെ പൊടിക്കത്തൊന്നുമില്ല. ഇത് പയർ പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ സുഖിയാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കും പോലെ ഇരിക്കും മിക്കവാറും. പണ്ടൊക്കെ ആണെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത സാധനമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടാണ് വാങ്ങാൻ കിട്ടുന്ന കടകളിലിട്ട് ഉള്ളത് കേട്ടോ. എനിക്കതങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴിച്ചു, അത് വേറെ കാര്യം. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദയുടെ ഫ്രണ്ട്സ് ആരോ ഒരിക്കലും വീട്ടിലങ്ങനെ സാധനം വാങ്ങിക്കില്ല. അപ്പോൾ ആരോ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വേദ കഴിക്കും കേട്ടോ. ഇത് നമ്മുടെ ഗണപതി ഭഗവാന് പ്രിയപ്പെട്ട ഒരു സ്നാക്കാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാനാണല്ലോ വഴി. മോദകമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. മോദകപ്രിയൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിന് ട്രിവാൻഡ്രത്തുള്ള ഗണപതി മാത്രമേ മോദകം കഴിക്കത്തുള്ളൂ, എന്തോ എനിക്കറിയില്ല. കണ്ടു നോക്കൂ, നിങ്ങൾക്കറിയാൻ വഴി ഉണ്ടാവും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒരു സ്നാക്സ് അല്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ ചടങ്ങുകളിലൊക്കെയാണ് ഞാനിവിടെ വാങ്ങുന്നത് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മളെപ്പോഴൊക്കെ വാങ്ങിയാൽ, അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വാങ്ങാത്തത്. ഓക്കെ, തേങ്ങയും വറുത്ത് നമ്മുടെ പയറുമായിട്ട് മിക്സ് ചെയ്തു. പയറിൽ ഏലക്കയും ജീരകവും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ശർക്കര പാനിക്കായിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് കുറച്ച് പച്ചരി എടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ശരിക്കും അമ്മ പറഞ്ഞു വറുക്കാത്ത മാവ് കലക്കിയെടുക്കാനാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മയുടെ കയ്യിൽ വറുക്കാത്ത മാവില്ലാത്തത് കൊണ്ട് കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് അരയ്ക്കാൻ പോവുക കേട്ടോ. പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ശർക്കര പാനി കാച്ചുകയാണ്. ആക്ച്വലി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് വെള്ളം കൂടിപ്പോയി. അങ്ങനെ വെള്ളം വറ്റിക്കാൻ കുറച്ച് നേരം അങ്ങനെ ഇട്ട് കേട്ടോ. എന്നിട്ട് നോക്കിയപ്പോൾ ഈ വെള്ളം ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആവും എന്നുള്ള രീതിയിൽ ആ ഒരു വെള്ളത്തിൽ ഈ നമ്മുടെ പയറും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ശർക്കര പാനി ഒഴിക്കുകയാണ്. പക്ഷെ ഇത്രയും വെള്ളം വേണ്ടായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ കട്ടിക്ക് ഒഴിക്കായിരുന്നു. നമ്മളത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അമ്മയ്ക്കും വലിയ പിടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ കുഴപ്പമില്ല, പയർ ആ വെള്ളത്തിൻ്റെ ഈർപ്പം പിടിച്ചെടുക്കും. എങ്കിലും കുറച്ചുകൂടെ തിക്കായിട്ടിരുന്നെങ്കിൽ
കുറച്ചുകൂടെ നല്ല ഇതായിട്ടിരുന്നാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇനി ബോൾസ് ആക്കി വെക്കണം, അതുകൊണ്ട് ഒരുപാട് വെള്ളമാകാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും വെള്ളം വേണ്ട, വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ശർക്കര പാനിയെങ്കിലേ നല്ല ബോളാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറേ ഡ്രൈ ആയാൽ ഇത് കടിച്ചാൽ പൊട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. കുറച്ചൊന്ന് ലൂസായിട്ട് ഇരുന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓക്കെ, അത് അത്രയും മിക്സ് ചെയ്തപ്പോൾ തേങ്ങ വറുത്തത്, പയർ വറുത്ത് പൊടിച്ചത്, ഏലക്ക, കുറച്ച് ജീരകം, ഉപ്പ്, പഞ്ചസാര ഇടില്ല കേട്ടോ, ഉപ്പ്, പിന്നെ ശർക്കര പാനിയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ അരി അമ്മ അരച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ഇടുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത മാവുണ്ടെങ്കിൽ അതിന് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്താൽ മതി. വറുത്ത മാവാണ് ഉള്ളതെങ്കിൽ അമ്മ ചെയ്ത പോലെ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒന്ന് മുക്കിയിടുന്നത്, നമ്മൾ പഴംപൊരിയൊക്കെ മുക്കിയിടില്ലേ, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കുക. ഭാഗ്യത്തിന് ബോളായിട്ട് കിട്ടിയ കേട്ടോ, അല്ലെങ്കിൽ ഇത് ലൂസായി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ബോൾ കിട്ടത്തില്ലായിരുന്നെങ്കിൽ പണി കിട്ടിയാനേ. പണി കിട്ടി ബോൾ ആകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഉരുട്ടി നോക്കിയത്. പക്ഷെ എന്തോ ഭാഗത്തിന് ഉരുണ്ട് വന്നു കേട്ടോ. എന്തായാലും അതിനെല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടി വെച്ചേക്കാം കേട്ടോ. കുഞ്ഞു ബോൾസാണ്. നമ്മുടെ മോദകം അല്ലെങ്കിൽ സുഖിയാൻ ഉണ്ടാക്കുമ്പോൾ വലിയ ബോൾസിലല്ലേ ഉണ്ടാക്കുന്നത്, ഇത് കുഞ്ഞു ബോൾസായിട്ട് ഉണ്ടാക്കുക, ഉരുട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. മുങ്ങി കിടക്കുന്ന പാകത്തിന് എണ്ണ ഒഴിക്കുക. അമ്മയാണെങ്കിൽ ഒരു പരന്ന പാത്രം എടുത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് വയ്ക്കുമ്പോൾ എത്ര എണ്ണ ഒഴിച്ചിട്ട് അതിലാവുന്നില്ല. കുഴിവുള്ള പാത്രമാണെങ്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ കറക്റ്റ് നമുക്കതിൽ മുങ്ങിക്കിടക്കും കേട്ടോ. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയാണ് അമ്മ ഒഴിച്ചിട്ടുള്ളത്. എന്ത് പാം ഓയിലോ അങ്ങനെ എന്ത് ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ആ ബോൾസിനെ എടുത്ത് ഇതുപോലെ മാവിലിങ്ങനെ മുക്കി, നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ മുക്കി പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇതിൽ നമ്മുടെ മാവിൽ മുക്കിയപ്പോഴും പേടിയുണ്ടായിരുന്നു, മാവിൽ മുക്കുമ്പോൾ ഇനി ആ ബോൾ പൊടിഞ്ഞു പോകുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ലക്കിലി അത് പൊടിഞ്ഞില്ല, നല്ല ഇതായിട്ട് കിട്ടി. അതിനിങ്ങനെ എണ്ണ ചൂടായ ശേഷം പറക്കി ഇട്ട് കൊടുക്കുക. അമ്മ ഈ ഒരു ഒറ്റ പാത്രമാണ് എടുത്തിട്ടുള്ളത്, കഴുകുന്ന പാട് കരുതി തന്നെ കേട്ടോ. അത് ഞാനായാലും എന്തുണ്ടാക്കിയാലും ഒറ്റ പാത്രത്തിൽ തന്നെ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കും. തേങ്ങ വറുത്തതും ശർക്കര പാനി ഉരുക്കിയതും ഇപ്പോൾ ഇത് വറുക്കുന്നതും എല്ലാം ഒറ്റ പാത്രത്തിലാണ് കേട്ടോ. കഴുകുന്ന പാട് തന്നെയാണ് മുഖ്യം ബിഗിലേ. ഞങ്ങളാരും സഹായിച്ചു കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. അത് വലിയ അഭിമാനമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ താഴെ വലിയ കമൻസ് ഒന്നും വേണ്ട, അറിയാം. എങ്കിലും നമ്മളൊന്നും ചെയ്ത് കൊടുക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഉരുട്ടിയപ്പോഴും ആ ബോൾസ് കിട്ടി, അത് മാവിൽ മുക്കിയപ്പോഴും ബോൾസ് കിട്ടി, അതെടുത്തിട്ടപ്പോഴും ആ ബോൾ പൊട്ടാണ്ട് കിടക്കുക കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. സക്സസ് ആയി. ഇതിന് മുന്നേ ഇതുപോലെ എന്തോ ഉണ്ടാക്കി, അത് മോദകമാണോ ഇതാണോ ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഏതായാലും അന്ന് ഫ്ലോപ്പായിരുന്നു, പക്ഷേ ഇതിപ്പോൾ സക്സസ് ആയിട്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. എന്നിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എന്താ റെഡി, നമ്മുടെ സുഖിയാനല്ലേ എൻ്റെ പേരും പറഞ്ഞല്ലോ, മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സത്യമായിട്ടും കൊള്ളായിരുന്നു, നല്ല മുന്തിരിക്കൊത്തായിരുന്നു കേട്ടോ. നമ്മൾ ചീമയുടെ അവിടെ 101 മുന്തിരിക്കൊത്തൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തത്. മുന്തിരിക്കൊത്തെല്ലാം 101 അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഉണ്ടാക്കുന്നവർ എത്ര സമയം എടുത്തായിരിക്കും ഉണ്ടാക്കിയത്. അന്ന് രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടേ സാധനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെപ്പോൾ തുടങ്ങിയ പരിപാടിയാവുമല്ലേ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്. സമ്മതിക്കണം. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, അവരൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമായിരിക്കും. എങ്കിലും ഇതിൻ്റെ താഴെ ചെന്നിരുന്ന് ഉണ്ടാക്കി വാരി കോരി പറക്കി ഒക്കെ എടുക്കണ്ടേ എൻ്റെ അമ്മ, അത് സമ്മതിക്കണം. എന്തായാലും സക്സസ്ഫുള്ളി അമ്മ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ടും. പക്ഷേ ആ ഒരു കറക്റ്റ് പക്കാ മുന്തിരിക്കൊത്തൊന്നും ഞാൻ പറയില്ല, എങ്കിലും മുന്തിരിക്കൊത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കുറച്ച് ഹാർഡാണ്. അതെനിക്ക് തോന്നുന്നു ഈ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കി ബോൾസ് ആക്കി എടുക്കുമ്പോൾ അങ്ങനെ ഹാർഡാവുന്നതാവാം. ഇത് ശർക്കരപ്പാനി കുറച്ച് ലൂസല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ആവാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആമയുടെ ഷേപ്പിലൊക്കെ മുന്തിരിക്കൊത്ത് ഇങ്ങനെ തന്നെ കേട്ടോ, കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. എനിവേ കൊള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് മുന്തിരിക്കൊത്തെന്ന് പറയുന്ന സാധനം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതോ ഇനി നിങ്ങളുടെ നാട്ടിൽ സാധനം ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. സോറി കേട്ടോ, ഗണപതി ഭഗവാൻ ഇഷ്ടമുള്ളത് മോദകമാണ്, മുന്തിരിക്കൊത്തല്ല കേട്ടോ, സോറി. പക്ഷേ മുന്തിരിക്കൊത്തും ഭഗവാന് വയ്ക്കും എന്നിങ്ങനെ തോന്നുന്നു. എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ മുന്തിരിക്കൊത്തെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേദയ്ക്ക് കഴിച്ചിട്ട് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. മുന്തിരിക്കൊത്തിൻ്റെ ടേസ്റ്റ് കിട്ടിയോയെന്ന് വെച്ചപ്പം ഇല്ല എന്നാണ് വേദ പറഞ്ഞത്. ഞാനും കഴിച്ചു നോക്കി. മുന്തിരിക്കൊത്തിൻ്റെ ടേസ്റ്റ് കിട്ടിയോയെന്ന് വെച്ചാൽ കിട്ടി,
കിട്ടിയില്ല. ഒരു മോദകവും മുന്തിരിക്കൊത്തും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. ഒരു 90% സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു കുഴച്ചതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സാധനം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചാൽ ചിലപ്പോൾ ബോൾസ് ആവില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് തിക്കായിട്ട് കുഴയ്ക്കാം കേട്ടോ. ഇന്നലെ പപ്പിയും വേദയും കൂടി വഴക്കുണ്ടായി കേട്ടോ. അതുകൊണ്ട് വേദ പപ്പിയോട് മിണ്ടില്ല. അതുകൊണ്ട് പപ്പി വീട്ടിനകത്തൊന്നും കയറാണ്ട് നടക്കുകയാണ്. പട്ടിക്ക് എന്തെല്ലാം കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കിയേ. അത് വേദ എന്തോ ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഫുഡ് അവൾ ഇട്ട് കൊടുത്തതാണ്. പപ്പി കരുതി ഫുഡ് എടുക്കാൻ പോകുന്നു എന്ന് കരുതി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചാടി കടിക്കാനൊക്കെ വന്നു കേട്ടോ. അങ്ങനെ വേദ മിണ്ടില്ല. അതുകൊണ്ട് പപ്പിയും വീട്ടിൽ കയറില്ല, വേദ മിണ്ടാത്തതുകൊണ്ട്. ഇന്നലെയൊക്കെ വന്ന് വേദയുടെ അടുത്ത് കറങ്ങി. വേദ മിണ്ടിയതേ ഇല്ല, തിരിഞ്ഞു പോലും നോക്കിയില്ല കേട്ടോ. അങ്ങനെ വേദയും പപ്പിയും കൂടെ പിണക്കത്തിലാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും സച്ചിനും ചീമയൊക്കെ ഉറക്കമായിരുന്നു. എല്ലാവരും ഉറക്കമായിരുന്നു. എല്ലാവരും പതിയെ പതിയെ എണീറ്റൊക്കെ വന്നു. അമ്മയുടെ മുന്തിരി കൊത്തൊക്കെ കഴിക്കുകയാണ്. കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. സക്സസ്ഫുള്ളി ഞാൻ ആ മുന്തിരിക്കൊത്തിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയുള്ളൂ. ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസങ്ങളിൽ. കഴിഞ്ഞ ദിവസം ചീമയ്ക്ക് കലത്തപ്പം ഉണ്ടാക്കി കൊടുത്ത് 1 ഫ്ലോപ്പായിട്ട് മാവൊക്കെ ഉണ്ടായിട്ട് കോരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് പക്കാ ടേസ്റ്റിൽ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മുന്തിരിക്കൊത്തൊക്കെ ഞാൻ കാണിക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് അതിൻ്റെ പേരെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അല്ല ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഹോം വ്ളോഗ് എല്ലാവരും ഹോം വ്ളോഗല്ലേ ചോദിച്ചത്. ഹോം വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഹോം വ്ളോഗ്, ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ പോകാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വ്ളോഗ് പോകുന്നത്. അല്ലാതെ പക്കാ ഹോം വ്ളോഗ്, പക്കാ കുക്കിംഗ് വ്ളോഗ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളെന്താണോ ഒരു ദിവസം ചെയ്യുന്നത് അതാണ് നിങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.